അസ്സലാമലൈക്കും ബി ഫോർ ബ്ലോഗറിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൗദി അറേബ്യയിൽ ഡ്രൈവിംഗ് ലൈസൻസിനായി നമ്മൾ അബ്ഷർ വഴി അപ്പോയിൻമെന്റ് എടുക്കുന്ന രീതിയാണ്. അതിനെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അബ്ഷർ വഴി അപ്പോയിൻമെന്റ് എടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തു കൊടുത്തു. ഓൾറെഡി ഞാൻ ആ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു ആ ലൊക്കേഷൻ, സ്കൂളിൻ്റെ നെയിം അതൊക്കെ കറക്റ്റായിട്ട് ഒന്ന് നോക്കുക, അതിനുശേഷം എന്നോട് പറയുക, അതിനുശേഷം മാത്രം നിനക്ക് അവിടെ നിന്ന് തൊട്ടരിയത്തുള്ള സ്കൂൾ ഏതാണെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ അതനുസരിച്ച് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ആ രീതിയിലൊക്കെ ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. ആ സമയത്ത് മൂപ്പർ അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 19 കിലോമീറ്റർ ആയിരുന്നു കാണിച്ചിരുന്നത് ദൂരം. മൂപ്പറുടെ വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 19 കിലോമീറ്റർ. അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. അതിനുശേഷം മൂപ്പർ അത് നോക്കിയപ്പോഴത്തേക്കാണ് 200 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അപ്പോയിൻമെന്റ് എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടരിയത്തുള്ള സ്കൂൾ ഏതാണെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ടും നമുക്കറിയില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. തൊട്ടരിയത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേരെന്താണെന്നും, അവിടെ മെൻസിന് മാത്രമേ ഉള്ളൂ അതോ വുമൺസിന് മാത്രമാണോ, അങ്ങനെ സെപ്പറേറ്റ് ആണോ, അതിപ്പോൾ ക്ലോസ്ഡ് ആണോ എന്ന് വരെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരെ ചേഞ്ച് ചെയ്യാം. മിക്ക ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൊക്കേഷൻ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതേപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നെയിം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അബ്ഷറിൽ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ തുടർന്ന് കാണുക. അപ്പോയിൻമെൻ്റ് എങ്ങനെ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ വീഡിയോ തുടർന്ന് കാണുക. അസ്സലാമു അലൈക്കും. ഗൂഗിൾ വഴി അബ്ഷർ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെയുള്ള കുറേ ഫോൾഡേഴ്സ് കാണാം. മൈ സർവീസ്, വെഹിക്കിൾസ്, ഫാമിലി, അതേപോലെ കുറേ ഡീറ്റെയിൽ അപ്പോയിൻമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഉള്ളത് മൈ സർവീസാണ്. നമ്മൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ട്രാഫിക് സെലക്ട് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ട്രാഫിക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇഷ്യൂയിങ് ഡ്രൈവിംഗ് ലൈസൻസ്, പ്രൊസീഡ് ടു സർവീസ്, ബുക്ക് ന്യൂ അപ്പോയിൻമെൻറ്റ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്നത് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ലൊക്കേഷൻ, ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ എവിടെയാണ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നെയിം എല്ലാം കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക ഏത് ഡ്രൈവിംഗ് സ്കൂളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ബ്ലാക്ക് രീതിയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം സ്ത്രീകൾക്ക് ലഭിക്കുന്ന അപ്പോയിൻമെൻ്റ് ആണ്. അത് നമുക്ക് ലഭിക്കില്ല. ഈ ഒരു ടൈമുകളിൽ സ്ത്രീകൾക്ക് മാത്രമേ അവിടെ അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയുള്ളൂ. 4 മണി തൊട്ടാണ് പുരുഷന്മാർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ 4 മണിക്ക് ശേഷം വേറെ അപ്പോയിൻമെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. എല്ലാ ദിവസവും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 4 മണി എന്നുള്ളൊരു സമയത്ത് മാത്രം അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡേറ്റ് നമുക്ക് വേറെ ഡേറ്റിൽ മതിയെങ്കിൽ വേറെ ഡേറ്റ് നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് ഡേറ്റിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് വേണം അതനുസരിച്ചിട്ട് നമുക്ക് ആ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിലാണ് ഡേറ്റും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട്. ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടൈം ഏതാണെന്ന് വെച്ചാൽ ആ ടൈം ചിലപ്പോൾ 5, 6, 7, 8 അങ്ങനെ കാണിക്കും. പക്ഷേ ഈ ഒരു സ്കൂളിൽ ഈ ഒരു സമയം കാണിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ 4 മണി സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ മൊത്തം എല്ലാം കൊടുത്തിട്ടുണ്ട്. ടൈമും ഇന്ന ടൈമിലാണ് വരേണ്ടത് അതെല്ലാം കൊടുത്ത് കാണും. അതിനുശേഷം നേരെ താഴെ ഒരു കൺഫർമേഷൻ എന്നും പറഞ്ഞിട്ട് കൺഫേം എന്നും പറഞ്ഞിട്ട് താഴെ കാണും ഒരു. അപ്പോൾ ജസ്റ്റ് നേരെ താഴെ എടുക്കുക, അത് കൺഫേം ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഏകദേശം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് പ്രിൻ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇഖാമയുമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിച്ചേരാൻ. 4 മണി ടൈം പറഞ്ഞാൽ ഒരു 3:45 ഏകദേശം അവിടെ എല്ലാവരും എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ അപ്പോയിൻമെൻറ്റിന് 4 മണിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ മുന്നേ ഇൻഷാല്ലാ എല്ലാവരും എത്തിച്ചേരുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഗ്രൂപ്പിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
തുടർന്നും ഇതേപോലെയുള്ള ഇൻഫർമേഷൻ ഇൻഷാല്ലാ എൻ്റെ വീഡിയോയിലൂടെ പാസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഇൻഷാല്ലാ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ തുടർന്ന് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.